ഹേ ഗായ്സ്, ബിഞ്ച് വിത്ത് മീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പെൻസീവ് കാർസ് കണ്ടിട്ട് ലിറ്ററലി ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകളെയാണ്. പക്ഷേ അവസാനം വരെ കാണണം. കാരണം ഒരാൾ ഒരു കാറിന് നേരെ കല്ലെറിയും, അതിനുശേഷം സീൻ ഫുൾ ക്രേസിയായി മാറും. ആദ്യ ക്ലിപ്പിൽ ഒരു ലംബോർഗിനി വളരെ ലൗഡായിരുന്നു. അത് കേട്ട് ഒരു റാൻഡം ഗൈക്ക് നല്ല ദേഷ്യം വന്നു. അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു കല്ലെടുത്ത് നേരെ ലംബോർഗിനിക്ക് എറിഞ്ഞു. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാർ ലൗഡാണെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നത് റോങ് ആണ്. ഇങ്ങനെ ക്രേസി കാർ മൊമെന്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ബിഞ്ച് വിത്ത് മീ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഇതിലും ഇൻസെയിൻ ക്ലിപ്സ് ഇനി വരാനുണ്ട്. അടുത്തത് ഒരു ലേഡി യെല്ലോ ഫെറാറി ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ ആ കാറിന് നേരെ എഗ്ഗ് എറിഞ്ഞത്. എഗ്ഗ് കാറിൽ പൊട്ടി ഫുൾ സ്പ്ലാറ്റായി. ഫണ്ണി കാര്യം എന്താണെന്നാൽ കാർ വളരെ സ്ലോലി ക്വയറ്റ്ലി ആയിരുന്നു പോകുന്നത്. അപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അടുത്ത ക്ലിപ്പിൽ ഒരു സൈക്ലിസ്റ്റ് ലംബോർഗിനിയുടെ മുന്നിൽ കയറി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഡ്രൈവറിന് ദേഷ്യം വന്ന് എൻജിൻ റെവ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടാൽ ആരും അനോയ്ഡ് ആവും. പക്ഷേ ബൈക്കർ ലിറ്ററലി റോഡിന്റെ നടുവിൽ നിന്നതിനാൽ ലാംബോ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഇതുവരെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു ലൈക്ക് അടിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ബിഞ്ച് വിത്ത് മീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു ക്ലിപ്പിൽ ലാംബോർഗിനി ലൗഡായി റെവ് ചെയ്തപ്പോൾ ഒരു ലേഡി തന്റെ കോഫി മുഴുവൻ കാറിൽ ഒഴിച്ചു. ഇത് വളരെ റിസ്കിയാണ്. കാരണം കാറിൽ നിന്ന് ആരാണ് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. അടുത്തത് കുറച്ച് സീരിയസ് ആണ്. ഒരു എക്സ്പെൻസീവ് കാർ സ്റ്റോപ്പ് സൈൻ കടന്നു പോകുമ്പോൾ ഒരു സ്കേറ്റ് ബോർഡറിന്റെ അടുത്തേക്ക് വരുന്നു. സ്കേറ്ററിന് ദേഷ്യം വന്ന് തന്റെ സ്കേറ്റ് ബോർഡ് എടുത്ത് കാർ വിൻഡോ അടിച്ചു പൊട്ടിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഓവറായി. ഇനി നെക്സ്റ്റ് ക്ലിപ്പിൽ ഒരു ബിഗ് ട്രക്ക് ഡ്രൈവർ മറ്റൊരു കാറിനോട്ട് ഫുൾ റേജ് മോഡിൽ പോകുന്നു. അവൻ കാർ വിൻഡോ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ ഫണ്ണി പാർട്ട് എന്താണെന്നാൽ 12 തവണ അടിച്ചിട്ടും ഗ്ലാസ് പൊട്ടുന്നില്ല. അവസാനം കൈ വേദനിച്ച് അവൻ തന്നെ വാക്ക് അവേ ചെയ്യേണ്ടി വരുന്നു. അവന്റെ കൈ ഇപ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി. അടുത്ത ക്ലിപ്പിൽ ഒരു ലേഡി ലാംബോർഗിനി ഡ്രൈവറിനെ തടഞ്ഞു നിർത്തി. ഞാൻ പോലീസിനെ വിളിക്കുന്നു, നീ പോകാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, അവൾ എങ്ങനെ അവനെ അവിടെ പിടിച്ചു നിർത്തും? അവൾ പറയുന്നത്, ഈ നെയ്ബർഹുഡിൽ കുട്ടികളുണ്ട്, നിന്റെ കാർ ഇൻസെയിൻലി ലൗഡാണ്, ഇങ്ങനെ ലൗഡ് കാർ ഓടിക്കാൻ പാടില്ല. അവൾക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലൗഡ് കാർ ക്ലിപ്സ് കൂടുതൽ വേണമെങ്കിൽ ബിഞ്ച് വിത്ത് മീ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ഓൺ ചെയ്യൂ. അടുത്ത ക്ലിപ്പിൽ മോഡിഫൈഡ് സുബാറു പാർക്കിംഗ് ലോട്ടിലേക്ക് വരുമ്പോൾ ഒരു ലേഡി ഫുൾ ആംഗ്രിയായി കാറിനെ ചേസ് ചെയ്യുന്നു. അവൾ കാറിനോട് സ്ക്രീം ചെയ്യുന്നു. പിന്നെ റെക്കോർഡ് ചെയ്യുന്ന റാൻഡം ഗൈൻ്റെ ഫോൺ പിടിക്കാനും ട്രൈ ചെയ്യുന്നു. ഓണസ്റ്റ്ലി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും ക്ലിയർ അല്ല.
മറ്റൊരു സ്ട്രേഞ്ച് ക്ലിപ്പിൽ ഒരു മാൻ വളരെ കാംലി ഒരു കാർ കീ ചെയ്യുന്നു. അവനെ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടും അവൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, മറിച്ച് മിറർ പോലും പറിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഇത്രയും കെയർ ഇല്ലാതെ മറ്റൊരാളുടെ കാർ ഡാമേജ് ചെയ്യുന്നത് ക്രേസിയാണ്. അടുത്തത് അതിലും സ്ട്രേഞ്ച് ആണ്. ഒരു ഗായ് കാറിലിരിക്കുമ്പോൾ ഒരു ലേഡി വിൻഡോ അടിച്ച് അവൻ്റെ ഫോൺ ചോദിക്കുന്നു. അവർ ചോദിക്കുന്നത്, എനിക്കൊരു ടെക്സ്റ്റ് അയക്കണം, ഫോൺ തരൂ. ഗായ് പറയുന്നു, പ്ലീസ് എൻ്റെ കാറിൽ കൈവയ്ക്കരുത്. പക്ഷെ അവൾ വീണ്ടും യെല്ലിംഗ് തുടങ്ങി. ഈ ക്ലിപ്പ് ശരിക്കും കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ വരെ കണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ബിഞ്ച് വാച്ചറാണ്. കമൻറ്റിൽ ബിഞ്ച് എന്ന് ടൈപ്പ് ചെയ്യൂ. അടുത്തത് ഒരു ഗൈൻ്റെ കാർ ഇത്ര ലൗഡാണ്, അത് ലിറ്ററലി മുഴുവൻ നെയ്ബർഹുഡിനെ ഷേക്ക് ചെയ്യുന്നു. ഇത് കേട്ടാൽ കംപ്ലൈൻറ്റ്സ് വരുന്നത് മനസ്സിലാക്കാം. പിന്നെ ഒരു ബ്രാൻഡ് ന്യൂ പോർഷെ ടെസ്റ്റ് ഡ്രൈവിൽ ഡ്രൈവർ സ്ട്രെയിറ്റ് ഷോറൂം ഗ്ലാസ്സിലൂടെ കാർ ഓടിച്ചു കടന്നു. ഇതെല്ലാവർക്കും ഒരു ലെസനാണ്. നോയ്സ് അനോയിങ് ആകാം, പക്ഷേ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നത് ഒരിക്കലും ഓക്കെയല്ല. ബിഞ്ച് വിത്ത് മീയിൽ ഇങ്ങനെയുള്ള ഷോക്കിംഗ് ക്ലിപ്സ് ദിവസവും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലിപ്പിൽ ഒരു ബൈക്കർ ഫെറാറിയുടെ അടുത്തേക്ക് വന്ന് വീലി ചെയ്യുന്നു. അവൻ കാർ ഹിറ്റ് ചെയ്തോ ഇല്ലയോ ക്ലിയർ അല്ല, പക്ഷേ അത്ര എക്സ്പെൻസീവ് കാറിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റണ്ട് കാണിക്കുന്നത് റിസ്കിയാണ്. അടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള ക്ലിപ്പാണ്. ഒരു ലൗഡ് സ്പോർട്സ് കാർ പോകുമ്പോൾ ഒരു മാൻ ജയന്റ് സ്റ്റിക്ക് എടുത്ത് കാറിനെ ഹിറ്റ് ചെയ്യുന്നു. കാർ പിന്നെ അവിടെ നിൽക്കാതെ സ്ട്രെയിറ്റ് പോയി. ഡ്രൈവർ പ്രോബബ്ലി തോട്ട്, ഞാനിവിടെ നിന്ന് പോകുന്നതാണ് സേഫ്. ലാസ്റ്റ് ക്ലിപ്പിൽ ഒരു ഡ്രൈവർ തൻ്റെ കാറിലേക്ക് ആരോ റോക്സ് എറിയുന്നത് ക്യാച്ച് ചെയ്യുന്നു. അവൻ ചോദിക്കുന്നു, എന്തിനാണ് നീ എൻ്റെ കാറിലേക്ക് കല്ലെറിഞ്ഞത്? അപ്പോൾ ആ കുട്ടി പറയുന്നത്, ഞാനല്ല, കാറ്റാണ് എറിഞ്ഞത്. ഡ്രൈവർ ചോദിക്കുന്നു, അപ്പോൾ കല്ല് നിൻ്റെ കയ്യിൽ നിന്ന് പോയി, കാറ്റതെൻ്റെ കാറിലേക്ക് തള്ളിയോ? അവൻ പറയുന്നു, അതെ. ഇത് കേട്ട് ഡ്രൈവർ തന്നെ കൺഫ്യൂസ്ഡായി. ബ്രോ, ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നതിന് പകരം തെറ്റ് ചെയ്താൽ ഓണസ്റ്റ്ലി സോറി പറയുന്നതാണ് ബെറ്റർ. സോ ഗൈസ്, എക്സ്പെൻസീവ് കാർ ആയാലും നോർമൽ കാർ ആയാലും മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നത് നെവർ ഓക്കെ. ലൗഡ് കാർസ് അനോയിങ് ആകാം, പക്ഷേ ആങ്കർ കൺട്രോൾ ചെയ്യാതെ റിയാക്ട് ചെയ്താൽ പ്രോബ്ലം കൂടുതൽ വലുതാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതിൽ ഏറ്റവും ക്രേസി മൊമെൻറ്റ് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഇനിയും ഇങ്ങനെയുള്ള ബിഞ്ച് വേർതി ക്ലിപ്സ് വേണമെങ്കിൽ ബിഞ്ച് വിത്ത് മീ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.